Good morning. Welcome to our online class. നമ്മൾ ഡിറ്റർമിനന്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1-2 ടോപ്പിക്കൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് അറിയണമല്ലോ. എന്താണ് ഡിറ്റർമിനന്റ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അഗെയിൻ ഇന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. അപ്പോൾ നമ്മളെന്താ 1/1 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണുക, 2/2 എങ്ങനെയാണ് കാണുക, 3/3 എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഒരു ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് നമുക്കിപ്പോൾ ഇതായിട്ട് ഒരു 6 പ്രോപ്പർട്ടി ആണുള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. എന്താണ് ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി? ഫസ്റ്റ് പറയുന്നത് നോക്കൂ, ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് റിമൈൻസ് unchanged if its rows are columns are interchanged. അതായത് ഒരു ഡിറ്റർമിനന്റിന്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇന്റർചേഞ്ച് അങ്ങോട്ട് മാറാം. റോസ് കോളം ആകുന്നു, അഥവാ എന്താ അതിനൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു ട്രാൻസ്പോസ് അല്ലേ. അപ്പോൾ റോസ് കോളം ആകുന്നു, കോളം റോസ് ആകുന്നു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തില്ല എന്നാ പറയുന്നത്, അൺചേഞ്ച്ഡ്. ആ വാല്യൂവിന് ഡിറ്റർമിനന്റ് വാല്യൂ അൺചേഞ്ച്ഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റിന്റെ റോസോ കോളംസോ ഇന്റർചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഡിറ്റർമിനന്റ് വാല്യൂ ഈസ് അൺചേഞ്ച്ഡ്. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ ആയിട്ട് നോക്കുക, ഡെൽറ്റ. നമ്മൾ പറഞ്ഞു ഡിറ്റർമിനന്റ് വാല്യൂവിന് ഡെൽറ്റ എന്നാണ് പറയുന്നത്. A1 A2 A3 B1 B2 B3 C1 C2 C3 is equal to എന്തെന്നെയാവും കണ്ടോ, ഈ A1 A2 A3 എന്നുള്ള ഈ റോ എന്തായി മാറുന്നു, കോളമായിട്ട് മാറുന്നു. A1 A2 കോളം വൈസ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ റോ ഉള്ളത് ഇവിടെ എന്തായി മാറുന്നു, കോളം. അപ്പോൾ B1 B2 B3 എന്താകുന്നു കണ്ടോ, കോളം വൈസ് ആയിട്ട്. ദെൻ C1 C2 C3 തേർഡ് റോ ആണ്, ഇവിടെ എന്താകുന്നു കോളമാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂവിന് ഒരു ചേഞ്ചും ഇല്ല എന്നർത്ഥം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പം നോക്കിയാ, ഡിറ്റർമിനന്റ് 2 3 4 1 - 2 1 0 3 5. ദെൻ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാണ്, എങ്ങനെയാണ് നമ്മൾ കാണാൻ പറഞ്ഞത്, 2 - 2 × 5 എത്രയാ, -10. ഞാൻ എളുപ്പ വഴിയില ചെയ്യുന്നത് കേട്ടോ. 10 - 3 -10 - 3 -3 × 5 - 0 + 4 × 3 - 0 is equal to 2 × -13 -3 × 5 + 4 × 3 is equal to -16 26 - 15 + 12 എത്രയാണ് വരുന്നത്, 41 -41 + 12 is equal to അല്ലെങ്കിൽ എന്താ -26 - 3 is equal to -29. ഇതാണ് ഈ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കതൊന്ന് കോളം വൈസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ -29 ആണല്ലോ കിട്ടിയത് അല്ലെ. നേരെ അതിനെ മറിച്ചിട്ട് എന്താ വരുന്നത്, ഡെൽറ്റ ഈക്വൽ ടു 2 3 4 1 - 2 1 0 3 5 ഈക്വൽ ടു 2 × ഈ റോ പോകുന്നു, കോളം പോകുന്നു, എന്തുണ്ട് -10 - 3 -1 × ഇതാ ഇതും പോകുന്നു 3 × 5 15 - 12 + 0 × അപ്പോൾ അതെന്തായി മാറുന്നു, 0 ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് 2 × -13 -1 × 3 ഈക്വൽ ടു -26 - 3 is equal to -29. തന്നെയാണ് നമുക്കിവിടെ നേരത്തെയും അതിൻ്റെ ആൻസർ കിട്ടിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റിന്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂവിന് നോ ചേഞ്ച്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ഏതാണ്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കൂ, ഇഫ് എനി 2 rows or columns of a determinant are interchanged. ആ റോസിന്റെ ഏതെങ്കിലും 2 റോസോ 2 കോളംസോ ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ, നേരത്തെ പറഞ്ഞത് റോസും കോളംസും
മൊത്തമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്, എനി ടു റോസ് ഓർ കോളംസ്, ഏതെങ്കിലും 2 റോസോ കോളംസോ ഇന്റർചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ സൈൻ ഓഫ് ഡിറ്റർമിനന്റ് ചേഞ്ചസ്, അതിന്റെ സൈനിന് മാത്രം മാറ്റം വരുന്നു. അപ്പൊ നോക്കുക, ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു A1 ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 C ഈക്വൽ ടു, ഞാനിവിടെ ഫസ്റ്റ് റോനെ സെക്കൻഡ് റോമായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് റോ R1 ഇന്റർചേഞ്ച് R2, R1 ഇന്റർചേഞ്ച് R2, R1നെ R2 ആയിട്ടു R2നെ R1 ആയിട്ട് ചേഞ്ച്. അപ്പോൾ B1 B2 B3 A1 A2 A3 then C1 C2 C3. അപ്പോൾ ഇവിടെ എന്തിനു മാത്രമേ മാറ്റുള്ളൂ, ഓൺലി ദ സൈൻ. അപ്പോൾ ഇതന്നെ ഇപ്പം നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഇപ്പം ഇതിന്റെ നമുക്ക് കിട്ടിയല്ലോ, ഈ ഒരു ഇത് A എന്നാണെന്ന് വിചാരിക്കുക, A ഈസ് ഈക്വൽ ടു. അപ്പം ഏതെങ്കിലും അതിൻ്റെ ഒരു രണ്ടാമത്തത് അതിൻ്റെ ഒരു ചേഞ്ച് വരുന്നത് നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് റോനെ ഞാൻ ഫസ്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് 2 3 4 0 3 5. അപ്പം എന്താ ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത്, R1 ഇന്റർചേഞ്ച് R2. അപ്പം ഇതിന്റെ വാല്യൂസ് ഒന്ന് കണ്ടു നോക്കാം. 1 ഇൻറ്റു ഈ റോ പോകുന്നു, കോളം പോകുന്നു, 3 ഇൻറ്റു 5 15 മൈനസ് 12 മൈനസ് 2 ഇൻറ്റു ഈ റോയും കോളവും പോകുന്നു, ബാക്കിയുള്ളത് 10 മൈനസ് 0 പ്ലസ് 1 ഇൻറ്റു ഈ റോയും കോളവും പോകുന്നു 6 മൈനസ് 0 ഈക്വൽ ടു 3. 15 മൈനസ് 12 3 പ്ലസ് 2 ഇൻറ്റു 10 പ്ലസ് 6. അപ്പോൾ 3 പ്ലസ് 20 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 29. നേരത്തെ നമുക്ക് എന്താ കിട്ടിയത്, -29 ആയിരുന്നു. ദെൻ ഇവിടെ എന്താ കിട്ടിയത്, +29. ഓൺലി ദ ചേഞ്ച് ഇൻ സൈൻ. അപ്പോൾ ഏതെങ്കിലും എനി 2 റോസ് ഓർ കോളംസ് ആർ ഇന്റർചേഞ്ച്, ദെൻ ദ ചേഞ്ച്ഡ് എന്താ, ദ സൈൻ ഓഫ് ഡിറ്റർമിനന്റ് ചേഞ്ചസ്, അതിന്റെ സൈൻ മാത്രം മാറി വരുന്നു. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കൂ, ഇഫ് എനി 2 റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനന്റ് ആർ ഐഡന്റിക്കൽ, ഏതെങ്കിലും 2 റോസോ 2 കോളംസോ ഐഡന്റിക്കൽ. വാട്ട് ഇസ് ഐഡന്റിക്കൽ, ഓൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ സെയിം. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഈക്വൽ ആവാം, സെയിം എലമെന്റ് ആവാം, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ഈക്വൽ ആവാം, എലമെന്റ്സ് ആർ സെയിം, ദെൻ ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഈസ് 0. ഏതെങ്കിലും 2 റോസോ 2 കോളംസോ ഐഡന്റിക്കൽ ആണെങ്കിൽ അഥവാ സെയിം എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താകുന്നത്, 0 ആകുന്നു. ദാറ്റ് ഈസ് നോക്കൂ, A1 A2 A3 രണ്ടാമത്തതും സെയിം ആണ്, A1 A2 A3 B1 B2 B3 ഈക്വൽ ടു 0. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A ഈക്വൽ ടു 1 2 3 1 2 3 4 0 1. ഇത് രണ്ടും R1ഉം R2ഉം എന്താ ഈക്വൽ ആണ്. എന്നാലും അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒന്ന് നോക്കാം. 1 ഇൻറ്റു ഈ റോയും കോളും പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, 2 മൈനസ് 0 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 12 പ്ലസ് 3 ഇൻറ്റു റോ പോകുന്നു, കോളം പോകുന്നു, ബാക്കി എന്തുണ്ട്, 0 മൈനസ് 8 ആണോ. 1 ഇൻറ്റു 0 0 4 ഇൻറ്റു 2 8 ഈക്വൽ ടു 1 ഇൻറ്റു 2 2, പിന്നെ -2 ഇൻറ്റു എത്ര വരിക, -11 ഇൻറ്റു -2 എത്രയാ, +22 പ്ലസ് -24 is equal to 24 minus 24 equal to 0. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്, any 2 rows or columns are identical, then the determinant value is 0. അത് ഏതെങ്കിലും 2 കോളമോ അല്ലെങ്കിൽ 2 റോയോ ഈക്വൽ ആണെങ്കിൽ, സെയിം എലമെന്റ് ആണെങ്കിൽ അഥവാ ഐഡന്റിക്കൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 പ്രോപ്പർട്ടി പറഞ്ഞത്. അഗൈൻ നാലാമത്തെ പ്രോപ്പർട്ടി, നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി നോക്കാം. 3 പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞു. ദെൻ നാലാമത്തെ പ്രോപ്പർട്ടി നോക്കൂ. ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ റോ ഓർ കോളം of a determinant is multiplied by a constant k, then its value gets multiplied by k. അതായത് ഒരു ഡിറ്റർമിനന്റിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട്, ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും ഒരു റോവിനെയോ കോളത്തിനെയോ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഡിറ്റർമിനന്റ് വാല്യൂ കാണുന്നതും ആ കോൺസ്റ്റന്റിനെ പുറത്തെടുത്ത് ഡിറ്റർമിനന്റ് വാല്യൂ കാണുന്നതും സെയിം ആയിരിക്കുമെന്ന് നോക്കൂ. ഡെൽറ്റ ഈക്വൽ ടു കെ A1, കെ ഇസ് എ കോൺസ്റ്റന്റ്, കെ A1 കെ B1 കെ C1
A2 B2 C2 A3 B3 C3 is equal to, കണ്ടോ ഫസ്റ്റ് റോയിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, കെ എന്നൊരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ആ കോൺസ്റ്റന്റിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഔട്ട്സൈഡ് എടുത്തിരിക്കുകയാണ്. അപ്പം കെ ഇൻറ്റു ഡിറ്റർമിനന്റ് A1 B1 C1 A2 B2 C2 A3 B3 C3 അങ്ങനെ എഴുതാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ മെട്രിക്സ് ഡിറ്റർമിനന്റ് 4 6 9 4 6 8 1 3 5 0 -2 1. ഇപ്പം ഇതൊരു ഡിറ്റർമിനന്റ് ആണ്. ഇതിൽ ഫസ്റ്റ് റോയില് എന്ത് കോമൺ ആയിട്ടുണ്ട്, 2 എന്നുള്ളത് കോമൺ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ സെക്കൻഡ് റോൾ ഒന്നുമില്ല, തേർഡ് റോൾ ഒന്നുമില്ല. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് വാല്യൂ കാണുന്നതോ ഇതിൽ നിന്നും കോമൺ ആയിട്ട് 2 എടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, 2 3 4 1 3 5 0 -2 1 കണ്ടോ. ഈ 2 കോമൺ ആയിട്ട് എടുത്തതിന് ശേഷം ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഫസ്റ്റ് ഇപ്പോൾ ഇത് ഡെൽറ്റ 1 ആണെങ്കിൽ ഇത് എന്താ വരുന്നത്, 2 ഇൻറ്റു ഇത് രണ്ടും കൂടെ ചെയ്ത് വരുമ്പോഴും ഇതിന് സെയിം ആയിരിക്കും. അപ്പം ഒരു ഡിറ്റർമിനന്റിന്റെ ഏതെങ്കിലും ഒരു റോവിലോ കോളത്തിലോ, ഇനിയിപ്പോ രണ്ടെണ്ണത്തിലുണ്ടെങ്കിൽ രണ്ടും നമുക്ക് എടുക്കാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 3 9 ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിപ്പോ മുകളിൽ രണ്ടുണ്ട്, ഇതിൽ എന്തുണ്ട്, 3 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെടുക്കാം 2 ഇൻറ്റു 3, അതായത് 2 ഫസ്റ്റ് റോയിൽ നിന്നും 2 എടുത്തു, സെക്കൻഡ് റോയിൽ നിന്നും 3 എടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരുന്നുണ്ട്, 2 1 3 കണ്ടോ. 6ൽ നിന്നും 3 പോകുമ്പോൾ 2, 3ൽ നിന്നും 3 1 9ൽ നിന്നും 3 ഇങ്ങനെയും ചെയ്യാം. ഇപ്പം ചിലപ്പം ഇങ്ങനെ രണ്ടെണ്ണം കൂടെ എടുക്കുമ്പോൾ അത് സെയിം ആയിട്ട് വരാം വേണമെങ്കിൽ. അങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ 2 റോസ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ. അപ്പം നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റിന്റെ ഏതെങ്കിലും ഒരു റോസിലോ കോളത്തിലോ കോൺസ്റ്റന്റ് ആയിട്ട് വല്ലതുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഔട്ട്സൈഡ് എടുത്തതിന് ശേഷം ഡിറ്റർമിനന്റ് വാല്യൂ കണ്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഓക്കെ. ദെൻ ഫിഫ്ത്ത് പ്രോപ്പർട്ടി പറയുന്നത് നോക്കൂ. ഇഫ് സം ഓർ ഓൾ എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 or more terms, അതായത് ഒരു ഡിറ്റർമിനന്റ് ഉള്ളിൽ 2 3 2 അതിലധികമോ ടേംസിന്റെ സം ആയിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ then the determinant can be, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റിനെയും നമുക്ക് കഴിയും. എങ്ങനെയാ, can be expressed as sum of 2 or more terms or determinants. അതായത് ഒരു ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ 2 3 ടേംസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 2 3 ഡിറ്റർമിനന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അതിന്റെ സമ്മായിട്ട്. നോക്കൂ ഇവിടെ നോക്കൂ, A1 + λ1 A2 + λ2 A3 + λ3 ഫസ്റ്റ് റോ. സെക്കൻഡ് റോ B1 B2 B3 C1 C2 C3 ഇങ്ങനെ. ഇപ്പൊ ഇതിൽ എന്തുണ്ട്, ഫസ്റ്റ് റോനെ A1 + λ1 എന്ന 2 ടേമിന്റെ സമ്മായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ 2 ഡിറ്റർമിനന്റിന്റെ സമ്മായിട്ട് എഴുതാൻ സാധിക്കും. കണ്ടോ. അപ്പോ ഫസ്റ്റിലെ A1 A2 A3 B1 B2 B3 C1 C2 C3 നോ ചേഞ്ച് ഇൻ സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ. അതെ പ്ലസ്, എവിടുത്തെ പ്ലസ് ആ, ഇവിടുത്തെ പ്ലസ്. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിലോ മൈനസ് ആവുമായിരുന്നു. അപ്പൊ പ്ലസ് നെക്സ്റ്റ് എന്താ, രണ്ടാമത്തെ ടേം λ1 λ2 λ3. ദെൻ ഈ B1 സെക്കൻഡ് റോനും തേർഡ് റോനും നോ ചേഞ്ച്. ഒരു എക്സാമ്പിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കൊടുക്കാം. ഇപ്പം x + 2y y + 2x + 4y 3x + 6y 4 5 3 2 1 0. ഈ ഒരു മെട്രിക്സിനെ എലിമെന്റ്സ് ഡിറ്റർമിനന്റിനെ നമുക്ക് എന്താക്കി എഴുതാം, ഫസ്റ്റ് x 2x 3x ആണോ ഫസ്റ്റ് ടേംസ് 4 5 3 2 1 0
പ്ലസ് നെക്സ്റ്റ് എന്ത് വരുന്നുണ്ട് 2y 4y 6y 4 5 3 2 1 0. അപ്പോൾ ഇവിടെ രണ്ട് ടേമിന്റെ സമ്മാക്കി എഴുതുന്നതിനെ ഇവിടെ എന്താക്കാം, രണ്ട് ഡിറ്റർമിനന്റിന്റെ സമ്മാക്കിയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫിഫ്ത്ത് പ്രോപ്പർട്ടി ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. എഗൈൻ ലാസ്റ്റ് പ്രോപ്പർട്ടി നോക്കൂ, സിക്സ്ത്. ഇഫ് ടു ഈച്ച് എലമെന്റ് ഓഫ് എനി ടു റോ ഓർ കോളം of a determinant the eq multiples of corresponding elements of other row or column are added, then the value of determinant remains the same. അതായത് ഇപ്പൊ നമ്മൾ രണ്ട് ടേംസിന്റെ സമ്മുള്ളതിനെ രണ്ട് ഡിറ്റർമിനന്റിന് സമ്മാക്കി എഴുതാൻ പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റോസിനെ വേറൊരു റോസിലെ ഏതെങ്കിലും കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എഴുതാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ നിന്നും മാറ്റങ്ങൾ അതിന് സെയിം ആയിരിക്കുമെന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കാം, അതിലിങ്ങനെയൊക്കെ ഓപ്പറേഷൻസ് RI gives RI plus KRJ RI plus KRJ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാമെന്ന്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം, നോക്കിക്കോളാം. ഇപ്പം A plus A ഡിറ്റർമിനന്റ് A plus B A plus B plus C. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ഒരൊറ്റ ടേമിന് ഫസ്റ്റ് റോല് മാത്രമേ ടേം വൈസ് ആയിട്ട് കണ്ടുള്ളൂ അല്ലേ. അപ്പൊ എന്നാൽ രണ്ടാമത്തേത് നോക്കാം, 2A എഴുതി തരാം. A plus B A plus B plus C 2A 3A plus 2B 4A plus 3B plus 2C 3A 6A plus 3B 10A plus 6B plus 3C. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ അല്ലേ. ഇതിൽ നമ്മൾ ഓപ്പറേഷൻ R2 ഇതിൽ നിന്ന് നമുക്ക് ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ഇപ്പം RI gives RI plus KRJ ആ രീതിയിലുള്ള ഏത് ഓപ്പറേഷൻ ചെയ്തിട്ട് വേണമെങ്കിലും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു ഓപ്പറേഷൻ ചെയ്യുന്നത് R2 gives R2 minus 2R1 R2 gives R2 minus 2R1. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ഓപ്പറേഷനും കൂടെ പറയുന്നുണ്ട്. ആൻഡ് R3 gives രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാണ്. R3 gives R3 minus 3R1. അപ്പോൾ ഫസ്റ്റിന് നമുക്കൊരു ചേഞ്ചും ഇല്ല. ദെൻ അതിനെന്തിടുന്ന് ഫസ്റ്റിന് A plus B A plus B plus C. രണ്ടാമത്തെ ചേഞ്ച് നോക്കി നോക്കൂ, R2 minus 2A minus 2R1. അപ്പോൾ 2A minus 2 into R1 ആണ്. അപ്പോൾ എന്തായി മാറുന്നു, 0 ആകുന്നു. രണ്ടാമത്തത് R2 minus 2R. അപ്പോൾ 3A minus 3A plus 2B മൈനസ് എന്ത് വരും, 2A plus 2B. അപ്പോൾ 3A minus 2A എന്താ വരിക, A plus 2B minus B 0 ആകുന്നു. അപ്പോൾ 0 2B minus 2B. അതുപോലെ ഇവിടെ എന്ത് വരുന്നുണ്ട്, 4A minus 2A. അപ്പം വരും 2A വരുന്നു, 3B minus 2R1 ആണ്. 3B മൈനസ് അപ്പോൾ പ്ലസ് 2B 2C മൈനസ് C അത് 0 ആയിട്ട്. അപ്പോൾ 2A plus 2B എന്നുള്ളത് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാം. 3A minus 3 into A 0 6A കണ്ട ഈ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. 6Aയിൽ നിന്നും 3R1. അപ്പോൾ 6A minus 3A പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, 3A. അതേപോലെ 2B മൈനസ് 3B മൈനസ് 3B അതായി മാറിപ്പോയി 0 ആയി മാറുന്നു. എഗൈൻ നോക്കൂ, 10A മൈനസ് 3R1. 10Aയിൽ നിന്നും 3 കഴിഞ്ഞാൽ 7A 3 എവിടെയാ, 6B മൈനസ് 3B 2B 3B 3C മൈനസ് 3C ഉണ്ടോ. അപ്പോൾ A plus B A plus B A plus B plus C 0A 2A plus 2B 0 3A 2A plus. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് റോല് കണ്ടോ, ഇത് രണ്ടും എന്തുണ്ട്, 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡിങ് എലോങ് C1
C1 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. A1 ഇൻറ്റു അല്ലെങ്കിൽ A ഇൻറ്റു കണ്ടോ A+B ഇൻറ്റു പിന്നെ എന്താ ഈ റോ പോകുന്നു കോളം പോകുന്നു അല്ലേ. ബാക്കി എന്താ ഈ റോയും കോളം പോയി കഴിഞ്ഞാൽ A ഇൻറ്റു 2A A 2A + 2B 3A 7A + 3B. മൈനസ് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ -0 ഇൻറ്റു പറയുമ്പോൾ ആ ടേം പോകുന്നു, അടുത്തതും +0 ഇൻറ്റു എന്ന് പറയുമ്പോൾ പോകുന്നു. ഇനി ഇതിനെ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ എന്താ പറയുന്നത് A ഇൻറ്റു 7A² 3AB മൈനസ് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 6A² 6AB. ഇവിടെ 2 ആണ്. 2B ഇൻറ്റു 3A 6AB അല്ലേ ഈക്വൽ ടു 7A². അപ്പം A ഇൻറ്റു 7A² - 6A² എന്താ വരുന്നത് ഒരു A². 3AB - 6AB -3AB ഇസ് ഈക്വൽ ടു A³ - 3A²B. കണ്ടോ ആൻസർ വരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്നും കൂടെ എന്ത് ചെയ്യാം ചെറുതാക്കാം. ഇതിനെ ഒന്നും കൂടെ R2 - R1 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസറും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നോക്ക് ഒന്നുകൂടെ ചെറുതാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം അതിൻ്റെ ആൻസർ കണ്ടെത്താം. അപ്പോൾ ഈ 6 പ്രോപ്പർട്ടീസ് ആണ് നമ്മളിതിൽ പറഞ്ഞത്. എല്ലാ പ്രോപ്പർട്ടീസും നന്നായിട്ടൊന്ന് നോക്കുക. ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇനി അതും കൂടെ പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും കൂടെ ലെങ്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, പ്രോപ്പർട്ടീസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ബൈ ബൈ.